ക്രിസ്റ്റി, നീ പോയി ഡെല്ലേനെ വിളിച്ചിട്ട് വാടാ. അവള് നല്ല ക്ഷീണത്തിലാ, ഉറക്കാ. ഇന്നലെ ഒരു ചെറിയ പനി ഉണ്ടായിരുന്നു അവൾക്ക്. ഡെല്ല, നീ എണീറ്റോ? ആ ക്രിസ്റ്റിച്ച, ഞാനിപ്പോ എണീറ്റ് റെഡി ആയുള്ളൂ. ഞാൻ താഴേക്ക് വരാൻ നിൽക്കുമായിരുന്നു. പിന്നെ നിന്റെ പനി എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല. താഴേക്ക് വാ, എല്ലാരും അവിടെ ഉണ്ട്. ആ, ഞാൻ വരുവാ. ആ ഡെല്ല, നീ എത്തിയോ? വന്നിരുന്ന ഫുഡ് കഴിക്കണീ. ആ അമ്മച്ചി, ഞാൻ എത്തി. പപ്പ എന്തിയെ? ഞാൻ അവിടെ തന്നെ ഉണ്ട് കുഞ്ഞെ. എന്താ കാര്യം? ഞാൻ എപ്പോഴേ ഫുഡ് കഴിച്ചതാ, അതാ ഞാൻ വരാഞ്ഞേ. അല്ല ഡെല്ല, നീ എന്നെ കുറെ ആയി പറ്റിക്കുന്നേ. നിങ്ങളുടെ സ്റ്റോറി പറഞ്ഞു താട്ടെ എനിക്ക്. എന്റെയും ക്രിസ്റ്റിച്ചന്റെ അല്ലേ? ക്രിസ്റ്റിച്ചൻ അത് പറഞ്ഞു തരും. എന്നാ ക്രിസ്റ്റിച്ചേട്ടൻ വേഗം പറഞ്ഞു. കുറെ ആ കഥ പറയാന്ന് പറയുന്നു. പറയാൻ പെണ്ണെ, അടങ്ങിയിരിക്കേ. ജിമിനെ, ആ കഥ കേൾക്കുമ്പോൾ എന്തായാലും ഇവള് ബോധം കെടുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. അതെന്തായാലും ഷുവറല്ലേ, അവള് ബോധം കെടും. ഒന്ന് വേഗം പറഞ്ഞു തരുമോ നിങ്ങളുടെ സ്റ്റോറി? എനിക്ക് ധൃതി തോന്നുന്നുണ്ട്. എനിക്ക് പോയിട്ട് വേറെ തിരക്കുള്ളതാ. ഞാൻ പറയാൻ ലൂവ, നീ ഇങ്ങനെ ചാടാതെ. ഇത് നടക്കുന്നത് ഏകദേശം 2016 സമയത്താ. എടാ, നമുക്കിനി 2 കൊല്ലം കൂടി ഈ കോളേജിലുള്ളൂ. ഇത്തവണെങ്കിലും നമുക്ക് അടിച്ചു പൊളിക്കണം, മനസ്സിലായോ? അത് നീ പറഞ്ഞത് ശരിയാ. 1 വർഷം പോയതറിഞ്ഞില്ല. നമ്മളിത്തവണ സീനിയേഴ്സാണ്. അതുകൊണ്ട് നമുക്ക് ഇക്കൊല്ലം അടിച്ചു പൊളിക്കണം. ലിസയെ, നമുക്കെന്നാ പോവാം. അതിനെന്താ, നമുക്കെന്തായാലും പോവാം. പക്ഷെ നമ്മുടെ ക്ലാസ് ഏതാ? നമുക്ക് വല്ല സീനിയേഴ്സിനോട് ചോദിച്ചാലോ? നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. അതെ ചേട്ടാ, ഇവിടെ എവിടെയാ ഫസ്റ്റ് ഇയേഴ്സിന്റെ ക്ലാസ്? എൻ്റെ പൊന്നുകുട്ടിയെ, എന്നെ ചേട്ടാന്നൊന്നും വിളിക്കല്ലേ. എനിക്ക് വലിയ പ്രായമൊന്നുമില്ല. ഫസ്റ്റ് ഇയറിൻ്റെ ക്ലാസ്സൊക്കെ അപ്പുറത്താ. അന്നാ സീനിയറെ, ഞാൻ പോവാ. ഒരു മിനിറ്റ്, ചോദിക്കണേലൊന്നും തോന്നരുത്. കുട്ടിയുടെ പേരെന്താ? എന്റെ പേര് ഡെല്ല. ചേട്ടന്റെ പേരെന്താ? ഞാൻ ക്രിസ്റ്റി. ഇവൻ ജിമിൻ. അന്നാ പിന്നെ കാണാം സീനിയറെ. ഞങ്ങള് പോവാ. ഞങ്ങക്ക് ഫസ്റ്റ് ഡേ തന്നെ വൈകാൻ വയ്യ, അതാ. എന്നാ ഡെല്ല പൊക്കോ. എടാ ജിമിനെ, എന്താടാ കാര്യം? വേഗം പറ. നമുക്ക് ക്ലാസ്സിൽ പോയാലോ? വൈകുന്നില്ലേ? എന്തായാലും നമുക്ക് പോവാം, വൈകല്ലേ? ഡാ ക്രിസ്റ്റി, നീ എണീക്കുന്നില്ലേ? ഞാൻ എണീക്കാ ജിമിനെ. എടാ, നമ്മൾ ഇന്നലെ കണ്ട ഡെല്ലല്ലേ? അതേടാ, അവളെന്നെ നമ്മളോട് വഴി ചോദിച്ചേ. ഡാ, ആ കൊച്ചി നിന്നെ നോക്കി ചിരിക്കുന്നു. നിനക്ക് അവളെ ഞാൻ സെറ്റാക്കി തരട്ടെ. ഓടാ, എനിക്ക് അങ്ങനെയൊന്നുമില്ല അവളോട്. എടാ, നിനക്ക് അവളെ വൺ സൈഡ് ലവ് അല്ലേ? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. നിനക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ? ഡാ, ഒരു ദിവസം കണ്ട് ഇഷ്ടപ്പെടണൊക്കെ ലവ് ആവുമോ? ഡാ, അതിനെയാടാ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയാ. നമുക്കെന്നാ നോക്കാല്ലേ? ഗായ്സ്, എന്നെ മറന്നോ? ജസ്റ്റിനേടാ, നീ എപ്പോ വന്നു? കുറെ ആയില്ല കണ്ടിട്ട്. ഡെല്ല എൻ്റെ അനിയത്തിയാ. അവളെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കത് സന്തോഷമേ ഉള്ളൂ. പക്ഷെ അതൊരിക്കലും തമാശയ്ക്ക് വേണ്ടി ആവരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇതൊക്കെ ആരെങ്കിലും തമാശയ്ക്ക് ചെയ്യോടാ? ചിലപ്പോൾ നീ ഒഴിച്ച് ബാക്കി എല്ലാവരും ചെയ്യും. നീ ചെയ്യില്ലാന്ന് എനിക്ക് ഉറപ്പാ. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ നിനക്ക് ചെയ്തു തരാം. അത്രേ എന്നെ കൊണ്ട് പറ്റൂ. താങ്ക് യൂടെ നൻപ. നിന്നെപ്പോലത്തെ ഒരു സുഹൃത്തിനെ വേറെ ആർക്കും കിട്ടിയില്ല. മതി ഡയറി കയറ്റിയത്, ക്ലാസ്സിൽ പോവാം. എടി, നിനക്ക് വല്ലതും മനസ്സിലായ? എനിക്കൊരു കുന്തവും മനസ്സിലായില്ല. എന്തെങ്കിലും പറഞ്ഞു തരുമോ? എനിക്കതിന് മനസ്സിലാവേണ്ട ആദ്യം. ശുഭം തല വരിക്കണ്. നമുക്കെന്തായാലും ക്യാൻറ്റീൻ വരെ ഒന്ന് പോയിട്ട് വരാം. ബ്രേക്ക് അല്ലേ? നീ ഇനി കോളേജിൽ റാഗ് ചെയ്തെന്ന് ഞാൻ അറിഞ്ഞ മോനെ വിക്ടറെ, നീ ബാക്കി ഉണ്ടാവില്ല. നീ ചെവി നുള്ളി വെച്ചോ മോനെ വിക്ടറെ. എടി, അതിന്റെ ഏട്ടനല്ലേ? പിന്നെ സീനിയറും ഉണ്ടല്ലോ. മോളെ, മാസ് എന്ന് പറഞ്ഞ ഇതാണ് മാസ്. ഡെല്ല, നീ ഇവിടെ ഉണ്ടായിരുന്നോ? എങ്ങനെയുണ്ട് ഫൈറ്റ്? ഒന്നും പറയാനില്ല, മാസ്. ആ സീനിയറെ എൻ്റെ ഏട്ടന്റെ ഫ്രണ്ടാ. ആ, ഞങ്ങളവൻ്റെ ഫ്രണ്ടാ. നീ അവൻ്റെ അനിയത്തിയല്ലേ? അവൻ പറഞ്ഞു. എന്താ ഓസ്കാർ ലെവൽ ആക്ടിങ്.
പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ അല്ലേ ബ്രദർ. എന്നാ ഞങ്ങൾ പോട്ടെ, ഞങ്ങൾക്ക് ക്ലാസ്സിൽ പോയിട്ട് തിരക്കുണ്ട്. എന്നാ ശരി, പിന്നെ കാണാം. എന്തായിരുന്നു ഇവിടെ ഒരാളുടെ ഓസ്കാർ ലെവലിൽ ആക്ടിങ് അല്ലേ? ഷോ, ഞാൻ പൊളിയല്ലേടാ. നീ പണ്ടേ പൊളിയാടാ. എടാ ജിമിനെ, നിനക്ക് എന്തെങ്കിലും മനസ്സിലായ? നമ്മൾ എന്ത് കണ്ടിട്ടാണാവോ LLBക്ക് പഠിക്കാൻ വന്നേ? വേറെന്തിന് അഡ്വക്കേറ്റ് ആവാൻ? ചളി അടിക്കാണ്ട് പോയിരുന്ന് പഠിക്കടാ. എടാ, നിനക്കെല്ലാം ഓർമ്മ ഉണ്ടല്ലോ, ഇന്ന് പ്രപ്പോസ് ഡേ ആണ്, നമ്മൾ പൊളിക്കുന്നു, അത്രേ ഉള്ളൂ. നിനക്കറിയാലോ, ഇന്ന് രാത്രി എൻ്റെ വീട്ടിൽ വരുന്നു, ഡെല്ലേനെ ക്രിസ്റ്റി പ്രപ്പോസ് ചെയ്യുന്നു. വീട്ടിൽ ആരുമില്ലല്ലോ എന്തായാലും. എടാ, ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോവാട്ടാ. ശരിടാ, എല്ലാം സെറ്റാ. അപ്പോൾ ഞാൻ ലൈറ്റ് ഓഫ് ആക്കിട്ടാ. ഡെല്ല, ഐ ലവ് യു. എടാ, നീ എങ്ങോട്ടാ ധൃതി പിടിച്ച്? ഇത് ട്രെയിൽ നോക്കിയതാ. പട്ടി മൂട് കളഞ്ഞു. ഞാനൊന്നും കൂടി ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. ഇനി ഡെല്ല വരുമ്പോഴേ ലൈറ്റ് ഓൺ ചെയ്യുള്ളൂ കേട്ടാ. ഇതെന്താ ഇവിടെ എല്ലാവരും ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് പോയി? എന്തായാലും നമുക്ക് ലൈറ്റ് ഓൺ ചെയ്യാം. ഡെല്ല, ഐ ലവ് യു. സോറി, എനിക്ക് തന്നെ ഇഷ്ടമല്ല. ഡെല്ല, അങ്ങനെ പറയല്ലേ. ഐ ട്രൂലി ലവ്സ് യു. നീ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ ഒരു തവണ പറഞ്ഞു എനിക്കിഷ്ടമല്ല എന്ന്. ഞാൻ സീനിയറിനെ എൻ്റെ ഒരു ഏട്ടനായിട്ടേ കണ്ടിട്ടുള്ളൂ. ഒരു ചാൻസ് ഇടാതല്ല, ഞാൻ തന്നെ ഇമ്പ്രസ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം തനിക്ക് ഇമ്പ്രസ് ചെയ്യാൻ പറ്റുമോന്ന്. എന്തായാലും ഇമ്പ്രസ് ചെയ്ത് നോക്ക്. പാവം ചെക്കൻ, എൻ്റെ അനിയത്തല്ലേ, ഇമ്പ്രസ് ചെയ്യാൻ കുറേ കഷ്ടപ്പെടും. അതെന്തായാലും ഉറപ്പല്ലേ. എല്ലാം ഇമ്പ്രസ് ചെയ്യാൻ പറഞ്ഞു വെച്ചാൽ നീ ഒന്ന് ശ്രമിച്ച് നോക്ക്. കുറച്ച് ടഫാണ്. എൻ്റെ മോനല്ലേ, അവൻ വളച്ച പെങ്കൊച്ചിന് കുപ്പി കയറ്റും, അതൊക്കെ ഉറപ്പാ. പപ്പയാണ് എൻ്റെ ഇൻസ്പിറേഷൻ. ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ നിന്റെ പപ്പേനെ റോൾ മോഡലാക്കണം, നല്ലതാ. അതുകൊണ്ടാവൂലേ പപ്പയുടെ മുന്നിൽ മമ്മി വളഞ്ഞേ. നീ എൻ്റെ അനിയനായത് കാരണം എനിക്ക് ഉറപ്പാ നീ വളയ്ക്കുന്ന്. അതെ, ഞാൻ എന്തായാലും വളച്ചിരിക്കും. ഹായ് ബേബി, സുഖല്ലേ? ആരാടോ തൻ്റെ ബേബി? ഞാൻ തൻ്റെ ബേബിയും കുന്തൊന്നല്ല. ബേബിയോ? പറയടി പട്ടി, നിങ്ങൾ എപ്പോഴാടി ഞാൻ അറിയാണ്ട് കമ്മിറ്റഡ് ആയേ? ഇയാളായിട്ട് എനിക്കൊരു ബന്ധമില്ല. എന്താ ബേബി, നീ എന്നെ മറന്നു പോയോ? സോറി ബ്രദർ, എനിക്ക് ചെറിയ തിരക്കുണ്ട് പോയിട്ട്. അപ്പം ഞാൻ പോയിട്ട് വരാം, പിന്നെ കാണാം ബ്രദർ. ഇന്നെന്താ സീനിയർ വന്നില്ലേ? കാണാനില്ലല്ലോ. എന്താടല്ല, മിസ് ചെയ്തോ? അവൻ ഏട്ടൻ്റെ കൂടെ ഡ്രസ്സ് എടുക്കാൻ പോയിരിക്കുക, ഏട്ടൻ്റെ കല്യാണമല്ലേ. ജിമിനേട്ടാ, ജസ്റ്റിനേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ക്രിസ്റ്റീനെ ഇഷ്ടമാണ്. ഞാൻ ഇമ്പ്രസ് ആയിന്നാ തോന്നുന്നത്. ഇന്ന് വൈകുന്നേരം കോളേജ് കഴിഞ്ഞിട്ട് ഞാനും ക്രിസ്റ്റീൻ പാർക്കിൽ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളും വന്നാൽ നിനക്ക് അവനോട് കാര്യം പറയാം. നിങ്ങൾ ഇറങ്ങുമ്പോൾ വിളിച്ചാൽ മതി, ഞാൻ നിന്നെ ഫോളോ ചെയ്ത് വരാം. അന്ന് അങ്ങനെ തന്നെ ചെയ്യാം. ഞാനും ഇവളും കാറിന് അങ്ങോട്ട് വരാം. എടാ ക്രിസ്റ്റി, ഡെല്ലയും ജസ്റ്റിനും വരുന്നുണ്ട്. അവരുടെ കാർ മുമ്പിലുണ്ട്. അവരെ ഫോളോ ചെയ്ത് നമുക്ക് പോവാം. എന്നാൽ അങ്ങനെ ചെയ്യാം, അതായിരിക്കും നല്ലത്. എടാ, നമ്മുടെ ഫ്രണ്ടിലത്തെ കാറുകാരൻ ഡെല്ലേനെ കാറിനെ ഇടിച്ചിടാൻ പോണ സ്പീഡിലാണ് വരണേ. എന്തോ എൻ്റെ മനസ്സിനെന്തോ തോന്നുന്നു. ഇത്തവണ എന്തായാലും എനിക്ക് നന്നായിട്ട് ക്രിസ്റ്റീച്ചനോട് പെരുമാറണം. സങ്കടപ്പെടുത്തിയതിന് ക്ഷമ ചോദിക്കണം. നിനക്ക് ഇഷ്ടമെന്ന് കേൾക്കുമ്പോൾ അവന് ഒരുപാട് സന്തോഷമാവും. ഡെല്ല, എടാ വണ്ടി എടുക്കടാ, നമുക്ക് ആശുപത്രി കൊണ്ടുപോകാടാ. എനിക്ക് പേടിയാവണ്. ഡെല്ല, നീ കളിക്കല്ലേ, ഒന്ന് കണ്ണ് തുറക്കണില്ല, എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടാ. നിങ്ങൾ പേടിക്കണ്ട, കറക്റ്റ് ടൈമിൽ എത്തിച്ച കാരണം ജീവൻ രക്ഷിക്കാൻ പറ്റി. ദേ ആർ ഫൈൻ നൗ. ഒന്ന് പോയി കാണാൻ പറ്റുമോ എനിക്ക് അവളെ, പ്ലീസ്? യെസ്, തനിക്ക് പോയി കാണാം. നല്ല മയക്കത്തിലാണ്, എണീപ്പിക്കണ്ട. ഒരു നിമിഷത്തേക്ക് ഞാൻ ഇല്ലാണ്ടായിപ്പോയി പെണ്ണെ. പിന്നെ ആ സംഭവത്തിന് ശേഷം ഡെല്ല കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്നോടുള്ള ഇഷ്ടം പറഞ്ഞു.
പിന്നെ കല്യാണമായി, ഇപ്പോൾ ഇങ്ങനെ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നു. എന്നാലും ആ ആക്സിഡന്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായല്ലേ? അതെ, ഒരു വലിയ വഴിത്തിരിവായിരുന്നു അത്. ഞങ്ങളുടെ കഥ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു കഥയാണ്.